വൃന്ദാവനത്തിലെ പ്രേം മന്ദിറിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതിമനോഹരമായ ഒരു മാർബിൾ ക്ഷേത്രമാണിത്. ഈ മന്ദിറിലെ തിരക്കിനെ കുറിച്ച് കേട്ടപ്പോൾ ആദ്യം പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരുന്നു. ഒടുവിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ പോയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ. തിരക്കെന്ന് പറഞ്ഞാൽ അത്ര അധികം ജനങ്ങളാണ് അതിനകത്തേക്ക് ഓരോ സമയത്തും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം ചാരുതയോടെ ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത് ജഗദ്ഗുരു കൃപാലു മഹാരാജാണ്. 2012 പ്രേം മന്ദിർ ഭക്തർക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഈ മന്ദിറിന്റെ ഓരോ മുക്കുമൂലയും അടക്കം സൗന്ദര്യമേറിയതാണ്. മണിക്കൂറുകളോളം നമുക്ക് അവിടെ തങ്ങാൻ തോന്നും. ഞങ്ങൾ എത്തിയത് സന്ധ്യ നേരത്താണ്. അന്നേരം അവിടെ ലൈറ്റിംഗ് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ 2 തരത്തിലും നമുക്ക് കാണുവാൻ സാധിച്ചു. കൃഷ്ണരാധാ ലീലകൾ ചുവരിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒത്തിരി സ്റ്റാച്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ലീലയും അതെന്താണെന്ന് നോക്കി മനസ്സിലാക്കി അവിടെ അങ്ങനെ നിന്നു പോകും. ഭഗവാനെയും രാധാറാണിയെയും ഗോപികമാരെയും ഒക്കെ അതീവ സൗന്ദര്യത്തിൽ കാണുമ്പോൾ ശരിക്കും നമ്മൾ കൺമുന്നിൽ അവർ നിൽക്കുന്നത് പോലെ തന്നെ ജീവസുറ്റ പ്രതിമകളായിട്ട് കാണുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് കണ്ണെടുക്കാൻ തോന്നുക. സ്റ്റാച്യൂസ് എന്നും ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അത് ഭഗവാൻ തന്നെയാണ് അല്ലേ. ഭഗവാൻ തന്നെയല്ലേ അവിടേക്കൊക്കെ നമ്മളെ എത്തിക്കുന്നതും. ഈ മന്ദിറിന്റെ ചുറ്റിലും ഒരുപാട് സ്ഥലങ്ങൾ നടന്ന് കാണാനായിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടം തെറ്റി പോകുമോ എന്നൊക്കെ സംശയിച്ചിരുന്നു. അത്രയും തിരക്കുണ്ടായിരുന്നു. തിരക്കിനിടയിലൂടെ ഉള്ളിൽ വന്നിട്ട് കുറച്ച് സമയമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്താലാണ് അടുത്ത് പോയിട്ട് ഓരോന്നും കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്നും ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട് ആളുകൾ. ഈ മന്ദിർ കാണാനായിട്ട് എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ. പൂക്കളും ചെടികളും പശുക്കളും പിന്നെ കണ്ണനും ഗോപികമാരും അങ്ങനെ ഓരോന്നോരോന്നായി കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. അത് ലൈറ്റിങ്ങിന്റെ സമയത്ത് കുറച്ചും കൂടി ഭംഗിയായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മ്യൂസിക്കൽ ഫൗണ്ടൻ ഡാൻസ് കാണാനായിട്ട് നല്ല തിരക്കായിരുന്നു ആ ഭാഗത്ത്. അപ്പൊ ഞങ്ങൾ മന്ദിറിന്റെ മുന്നിലിരിക്കുകയാണ് ചെയ്തത്. ഗോവർദ്ധനഗിരി പരിക്രമ ചെയ്തതും ഗോവർദ്ധനത്തെ അടുത്ത് കണ്ടതുമൊക്കെ ഓർമ്മ വന്നു. ഇവിടുത്തെ ഈ ഗോവർദ്ധന ലീല ചിത്രീകരിച്ചത് കണ്ടപ്പോൾ അവിടെയാണ് ഞാൻ ഏറ്റവും അധികം സമയം ചിലവഴിച്ചത്. സൂര്യൻ അസ്തമിച്ചതോടെ മന്ദിറിലെ ലൈറ്റിംഗ് തുടങ്ങി. അതിനിടയിൽ ഞങ്ങൾ ഉള്ളിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോ അലൗഡ് അല്ല. അത് കഴിഞ്ഞ് പുറത്ത് വന്നിരുന്നിട്ടാണ് ഈ ലൈറ്റിംഗ് ആസ്വദിക്കുന്നത്. മന്ദിറിനകത്തും ഒരുപാട് രാധാകൃഷ്ണ ലീലകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. വൃന്ദാവന തീർത്ഥയാത്രയുടെ അവസാന ദിനമാണ് ഞങ്ങൾ പ്രേം മന്ദിറിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും സൗകര്യം പോലെ അതൊക്കെ കാണും. നമ്മുടെ വീഡിയോസിൻ്റെ താഴെ ഒരുപാട് പേര് വൃന്ദാവനത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, എങ്ങനെ പോകാൻ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വൃന്ദാവന തീർത്ഥയാത്ര ജയപതാകയിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഞാൻ അങ്ങനെ എനിക്കൊരവസരം കിട്ടിയാൽ നമ്മുടെ ചാനലിലൂടെ തീർത്ഥയാത്രയുടെ വിശദവിവരങ്ങൾ അറിയിക്കുന്നതാണ്.
വളരെ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയുമാണ് വൃന്ദാവന യാത്രയ്ക്ക് ഒരുങ്ങിയത്. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു. എങ്കിലും കണ്ണന്റെയും രാധാറാണിയുടെയും വൃന്ദാവനത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഏതൊരാൾക്കും സങ്കടം അനുഭവപ്പെടാം. എനിക്കും അങ്ങനെ അനുഭവപ്പെട്ടു. എങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഓരോ നിമിഷത്തിലും, ഓരോ ഭാഗ്യ നിമിഷത്തിലും നമുക്ക് വൃന്ദാവനത്തെ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഭഗവാനും രാധാറാണിയും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. വ്രജഭൂമി തൊട്ട് നമിച്ചുകൊണ്ട് ട്രെയിനിൽ കയറുമ്പോൾ ദൂരെ നിന്ന് വേണുഗാനം ഒഴുകി വരുന്നത് പോലെ എനിക്ക് തോന്നി. കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ അതെൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു. പവിത്രമായ ആ മണ്ണിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും കൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുള്ളത്. അവിടെ നിന്നും പകർന്നു കിട്ടിയ ആ പരമാനന്ദം ജീവിതത്തിലുടനീളം എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ. ഈ വൃന്ദാവന തീർത്ഥയാത്രയിൽ സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ചുണ്ടായിരുന്ന എല്ലാവരോടും, കൂടാതെ വളരെ നല്ലൊരു തീർത്ഥയാത്രയുടെ അനുഭവം ഞങ്ങൾക്ക് പകർന്നു തരാൻ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട ജയപതാകയിലെ പ്രഭുവിനും മാതാജിക്കും പ്രത്യേക നന്ദി പറയുന്നു. വൃന്ദാവന യാത്രയുടെ വീഡിയോസ് ഇവിടെ അവസാനിച്ചെങ്കിലും നമ്മുടെ ചാനലിൽ ഇനിയും ഞാൻ കാണുന്ന കാഴ്ചകളും ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാ വ്യൂവേഴ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.